കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് ഒരുപാട് ഫ്രോഡുകൾ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വോട്ടെണ്ണലിന് ശേഷം ഇക്കാര്യം തുറന്നു പറയും. തനിക്കും VM സുധീരനും ഇക്കാര്യത്തിൽ നിരവധി രഹസ്യങ്ങൾ അറിയാം. ഉണ്ണിത്താൻ ഇത്തരത്തിലാണ് ന്യൂസ് 18 പ്രതികരിച്ചത്. സംസ്ഥാനത്ത് ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണക്കും? ഓരോ മുന്നണികളും കൂട്ടലും കിഴിക്കലിനും സമയമാണ്. അതോടൊപ്പം വടക്കൻ കേരളത്തിൽ വ്യാപകമായ അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നു. ഇപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ 100+ എന്നാണ് VD സതീശൻ പറഞ്ഞത്, അതുപോലെ തന്നെ അങ്ങും അങ്ങനെയാണ് പറഞ്ഞത്. അതേ നിലപാട് ഉറച്ചിരിക്കുന്നുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും ഇത്തവണ UDF വളരെ കംഫർട്ടബിൾ മെജോറിറ്റി നേടിയെടുക്കും. ഞാൻ പറഞ്ഞതിപ്പോൾ VD സതീശൻ 100 സീറ്റാണ് പറഞ്ഞത്. ഞാൻ 1977 ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നേടിയെടുത്തത് 111 സീറ്റാണ്. അപ്പോൾ ആ 111 സീറ്റിലേക്ക് എത്തുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. വലിയ വിജയപ്രതീക്ഷ. അങ്ങനെ ഭരണം കിട്ടുവാണെങ്കിൽ ഇപ്പോൾ K. സുധാകരൻ പറയുന്നത് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ്. ഇനി അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ അത് നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു ആശങ്കയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആലോചനകളൊക്കെ നടക്കേണ്ട സമയമാണ്. K. സുധാകരൻ പറയുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നു. അങ്ങ് അതിനോട് യോജിക്കുന്നു? ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. എനിക്കിതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാനതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുതെന്ന് ഫ്രം ദ വെരി ബിഗിനിങ് ഐ വാസ് ടെല്ലിങ്. എനിക്കറിയാം അവർക്ക് സീറ്റ് കൊടുത്താൽ ഉണ്ടാകുന്ന അപകടം. എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു നിലപാടുണ്ട്. ആ നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് തിരുത്തലുകൾ വേണ്ടി വരുന്നു. ആ തിരുത്തലുകൾ ഇന്നലെ ഒരുത്തൻ രാജിവെച്ചല്ലോ, ഒരു KP സെക്രട്ടറി. അവൻ ആരാന്ന് നിങ്ങളുടെ ധാരണ? എൻ്റെ വാഹനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ പൊട്ടിച്ച ആളാണ്. തിരുവനന്തപുരം ആൾക്കാർ. ഞാൻ ചോദിച്ചാൽ അവരെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് പറയേണ്ടി വരും. അത് ഞാൻ പറയും. അയാളെ KPCC ഭാരവാഹിയാക്കി ആരാണ്? അയാളൊരു ഉന്നത തലത്തിലുള്ള ആളുകളാണോ? ഉന്നത തലത്തിൽ അവനുമായി ബന്ധമുണ്ട്. VM സുധീരനും എനിക്കും അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. മനസ്സിലായി? സുധീരൻ, നമുക്കൊരു സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസിന് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പാർട്ടി തകരും. കാര്യം ഇത്തരം ഫ്രോഡുകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ തലപ്പത്ത് ഒരുപാട് ഇത്തരം ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് ഭരണം ഏറ്റെടുത്ത് മന്ത്രിമാരും ഒക്കെ വന്നിട്ട് ഞാൻ വ്യക്തമായി പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നും ആകണ്ടെന്ന് തീരുമാനമെടുത്താൽ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞേ പറ്റൂ. എന്തിനു വേണ്ടിയാ? ഈ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം. ഞാനൊക്കെ മരിക്കുന്നവരെങ്കിലും ഈ പാർട്ടി തകരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്കെന്ത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയം ഉദരപൂർണമായി കാണുന്ന ഒരുത്തനല്ല, ഉപജീവനമല്ല, വയറ്റിപ്പഴപ്പല്ല. അപ്പോൾ വയറ്റിപ്പഴപ്പല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു മോഹങ്ങളുമില്ല. മോഹങ്ങളുള്ളവരൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ ഗുണവധികാരമെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഒരാളിൻ്റെ പേര് വെളിപ്പെടുത്തത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസിനകത്ത് നടക്കുന്ന അനഭലഷണീയമായ ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയും. ആ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ്, ചുമ്മാ തെറിച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിയവന്മാരെല്ലാം കൂടെ നശിപ്പിക്കും. ഈ പാർട്ടി നിലനിൽക്കണമെന്ന് അദമ്യമായ ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടും പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ 100+ എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ BJP പറയുന്നത് ഒരു തൂക്കുസഭ വരും, BJP തീരുമാനിക്കും ആരാണ് ഇവിടെ ഭരിക്കണം എന്നാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തെ ഇതിപ്പം മുരളീധരനോ അല്ലെങ്കിൽ സുരേന്ദ്രനോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. രാജീവ് ചന്ദ്രശേഖർ പറയുന്ന അത്ര കാര്യമായിട്ട് എടുക്കേണ്ട. പുള്ളിക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അത്തും പുത്തും തിരിച്ചറിഞ്ഞൂടാ. ചന്ദ്രശേഖരൻ വിഡ്ഢികളുടെ ലോകത്താണ്, വിഡ്ഢികളുടെ സ്വർഗത്താണ്. അങ്ങേര് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യവും ആർക്കുമില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് MP ഉള്ളത്, രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. 100+ സീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഉറച്ചു വയ്ക്കുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അഴിച്ചുപണി നടത്താറുണ്ട്. അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാകും. അതിന് താൻ മുൻപന്തിയിൽ നിൽക്കുമെന്നും ഉണ്ണിത്താൻ MP പറയുന്നു. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.